അതേസമയം കേരളം ഇങ്ങനെ ഭാഗ്യത്തിന് പിന്നാലെ പായുമ്പോൾ സർക്കാരിന് വലിയ വരുമാന സ്രോതസ്സാണ്. ട്രഷറിയിലേക്ക് വലിയ വരുമാനമാണ്. ആ വലിയ വരുമാനം സർക്കാരിന് ലഭിക്കുമ്പോൾ ചിലർക്ക് വലിയ നിരാശ, ചിലർക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യം കൈവരുന്നു. എന്നാണ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഈ മണിക്കൂറിലെ ചർച്ചകൾ. എങ്ങനെയാണ് ലോട്ടറിയെ കേരളം സമീപിക്കുന്നത്? അല്പം കൂടി വിമർശനാത്മകമായി കൂടി ലോട്ടറിയെ, ആ വരുമാന മാർഗത്തെ, ആ വരുമാന സ്രോതസ്സിനെ നമ്മൾ കാണേണ്ടതില്ലേ എന്ന വളരെ പ്രസക്തമായ ചോദ്യം പലയിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജി പ്രസാദ് കുമാർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ ജി പ്രസാദ്, അങ്ങ് ലോട്ടറി എടുക്കാറുണ്ട്. ഇപ്പോൾ ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട് പല ആളുകൾ എടുക്കുന്നത് കണ്ടുണ്ട്. ഞാൻ ലോട്ടറി അങ്ങനെ സാധാരണ നിലയിൽ എടുക്കാറില്ല. പക്ഷേ ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് സമയമായപ്പോൾ ഞാൻ പ്രതീഷ് കൈപ്പള്ളിയോട് വെച്ചു, ലോട്ടറി എവിടെയെങ്കിലും കിട്ടുമോ? കാരണം അത്ര വലിയ ടെമ്പോയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദാ ബമ്പർ അടിക്കാൻ പോകുന്നു, ആർക്ക് വേണമെങ്കിലും അടിക്കാം. അങ്ങനെ ലോട്ടറി എടുക്കാറുണ്ടോ? എടുത്തിട്ട് നിരാശയായോ? ഞാൻ ലോട്ടറി എടുക്കാറുണ്ട്, എടുത്തിട്ടുണ്ട്. കാരണം പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് മുതൽ തന്നെ ലോട്ടറി എടുക്കേണ്ടത്. വല്ലപ്പോഴൊക്കെ ചെറിയ തുകകൾ, ഏതായാലും 2000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നിരാശയാണ്. പക്ഷെ മുൻപ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ഇപ്പോൾ വലിയ തുക കിട്ടണം എന്നല്ല, പക്ഷേ എങ്കിലും 2000, 1000, 500 ആ പഠിക്കുന്ന സമയത്തൊക്കെ 50 രൂപയും 100 രൂപയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോട്ടറി സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോട്ടറിക്ക് അത് എടുക്കും. കുറച്ചുകൂടെ കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് അടുത്ത അതിനെടുക്കും. ഇടക്കാലത്ത് ഈ ഇതര സംസ്ഥാന ലോട്ടറി, സിക്കിം ലോട്ടറിയൊക്കെ വന്നിരുന്നല്ലോ, അതൊക്കെ വലിയ വിവാദമായിരുന്നു. അതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ട് എന്ന് വന്നിരുന്നു. ഒറ്റ അക്കം എഴുതിയിടുന്ന ലോട്ടറി, അങ്ങനെ സൂപ്പർ ലോട്ടോ അങ്ങനെ പറയുന്നു. അതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ കേരള ബമ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുവരെ. അതേ മറ്റുള്ള ലോട്ടറിയോട് താല്പര്യമില്ല. മീൻസ് നമുക്കത് എത്രത്തോളം അതിലൊരു ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ സമ്മാനം കൊടുക്കുന്നതിലും ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വീട്ടിനടുത്ത് എല്ലാവരും ലോട്ടറി നമ്മുടെ നാട്ടുകാരൊക്കെ ലോട്ടറി കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. ദിവിഷ് കൂടിയുണ്ട്. ദിവിഷേ വരൂ. ദിവിഷ്, അന്ന് തിരുവനന്തപുരത്ത് എനിക്കൊന്ന് 2022 അല്ലേ, തിരുവനന്തപുരത്ത് ഒരു യുവാവിന്, ഒരു ചെറുപ്പക്കാരൻ ലോട്ടറി അടിച്ചപ്പോൾ അതിൻ്റെ വലിയ ലൈവ്, ദീർഘമായ ലൈവ് നമ്മൾ നൽകിയതാണ്. വലിയ കൗതുകമാണ്. അന്ന് ദിവിഷാണ് ആങ്കർ ചെയ്തത്. ആ കുടുംബത്തോടൊപ്പം വന്ന സന്തോഷം, അതിനുശേഷം ആ ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടുന്ന മനോവ്യഥ, ആ കുടുംബം നേരിടുന്ന പ്രതിസന്ധി, അതേക്കുറിച്ച് കൂടി പ്രേക്ഷകരോടൊന്ന് പറയും. അല്ല, ഇതിപ്പോൾ ഈ ആ രക്തത്തിൽ നമുക്കും പങ്കുണ്ട് എന്ന് പറയുന്ന പോലെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുന്നതാണ്. ഇതിപ്പോൾ ജോലിയും ഇത് നമ്മൾ ഒന്ന് വരയിടണം എന്ന് തോന്നുന്നു. കാരണം ലോട്ടറി കിട്ടുന്നത് അയാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ആളുകൾക്കൊക്കെ സോഷ്യൽ മീഡിയ നോക്കി അറിയാം. കാരണം എല്ലാവരും ഇത് ആർക്ക് കിട്ടി, കാരണം നമുക്ക് കിട്ടാതെ പോയൊരു സാധനം വേറെ ആൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ആളുകൾ ഇപ്പോൾ അവന് കിട്ടിയതല്ലേ എങ്കിലും എല്ലാവർക്കും ഈ 500 മുടക്കി എടുത്തവർ, ഞാൻ എടുത്തില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ വിഷമമില്ല. എടുത്തവർക്കൊക്കെ പക്ഷേ കിട്ടിയില്ലോ എന്നുള്ള വിഷമമാണ്. അപ്പോൾ ഞാൻ ഒരു നെഗറ്റിവിറ്റി എല്ലാവരിലും ഉണ്ടാവും ഈ കിട്ടിയ ആളോട്, അതൊരു സത്യമാണ്. അപ്പോൾ പിന്നെ അയാൾക്ക് പിന്നാലെ ഇങ്ങനെ നമ്മളൊക്കെ പായയുടെ ആ ഒരു സാഹചര്യം ഉണ്ടായതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അല്ല, അതുണ്ട്. കാരണം ഇപ്പം ഇത് കഴിഞ്ഞ വഴി ഇവർക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇനി ഫോൺ വയ്ക്കാൻ സമയം ഉണ്ടാവില്ല. പലരും വിളിക്കും. ഇതിൻ്റെ ആദ്യം ഒരു നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. ആദ്യം വെറുതെ കിട്ടിയതല്ലടാ, തന്നാൽ എന്താ കുഴപ്പമെന്നാണ് ആദ്യം ആളുകളുടെ ചോദ്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ പേടിച്ചു പോകുന്നത്. എനിക്കൊണ്ട് എൻ്റെ വ്യക്തിപരമായി പറയാനുള്ളത്, സർക്കാർ എന്തെങ്കിലും ഒരു സംവിധാനം ഇതിലുണ്ടാക്കിയ. ഒരു കാര്യം കൂടി പറയണം. ഈ നെട്ടൂരിലെ ഒരു പാവപ്പെട്ട സ്ത്രീ വീട്ടുജോലിക്കും മറ്റും പോയി സാധാരണ സ്ത്രീ, അവരുടെ പേരാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ ലോട്ടറി ഏജന്റും മറ്റും കേൾവിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായ ഒരു ചർച്ചയും പ്രതികരണങ്ങളും ഒക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നല്ലേ? അല്ല, ഇത് ആളെ കണ്ടെത്താൻ, ഈ ലോട്ടറി അടിച്ച ആളെ കണ്ടെത്താൻ CCTV പരിശോധിക്കുന്ന പോലത്തേക്ക് അത്രയും അല്ലാത്തൊരു ക്രിമിനൽക്കാർ ഒരാളെ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഇതൊരു നല്ല കാര്യം ഒരാൾക്ക് കിട്ടിയ അയാൾ അയാൾക്ക് അറിഞ്ഞ്. ഇപ്പം ഇവിടെ വന്ന അനൂപ്, നമുക്ക് പ്രശാന്തിനോട് ഞാൻ സംസാരിച്ചുള്ളൂ. അനൂപ് തയ്യാറായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബം തയ്യാറായിരുന്നു. ഓക്കെ, നമ്മൾ വേറെ ബുദ്ധിമുട്ടിക്കാതെ അവരെ കൊണ്ടുവന്നു. പക്ഷേ ഇതിങ്ങനെ ഒരു എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് ഇവരുടെ ഒരു സ്വസ്ഥതയ്ക്ക് ഇപ്പോൾ വന്ന ശരത്തൊക്കെ വളരെ സാധാരണ മനുഷ്യരാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് പേടിച്ചു പോയെന്നാണ് പറഞ്ഞപ്പോൾ ഈ ആൾക്കൂട്ടൊക്കെയാണ്. അപ്പോൾ ഇതിൽ സർക്കാർ ഇതൊരു എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി, അതായത് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അറിയിച്ച് അതങ്ങനെ ബാങ്കിലേക്ക് മൂവ് ചെയ്ത് സർക്കാർ അതിന് ഒഫീഷ്യലി ഇങ്ങനെ ആളാണ്, ഇതിനപ്പുറത്തേക്ക് അവരെ ഒരു ഒരു സ്വകാര്യത അല്പം കൂടി മാനിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ പറയുമ്പോൾ നമ്മളെ തന്നെ ആളുകൾ സ്വയം വിമർശനാത്മകമായി വാർത്തകളിൽ പോലും കുറെ കൂടി സൂക്ഷ്മത വേണമെന്ന് തോന്നുന്നു.